മിക്സർ പട്ടാഴി. ഞാൻ അപ്പച്ചു വരുന്നു. മാറ്റില്ല. കൊല്ലും ഞാൻ. അവൻ പാവോടോ അവന്. കണ്ടു കഴിഞ്ഞ വിഷയം ഞാൻ ഭയങ്കര പ്രശ്നമായി. നിന്റെ ബന്ധുക്കാരോടും നിന്നെ കൊള്ളവരോടും കൂടെ പറയണം നീ. നീ ഒരു പ്ലഗിങ് വഴി. മിക്സർ പട്ടാഴി. പട്ടാണി അല്ലടാ പട്ടിണി. ഞാനത് പട്ടാണി അത് ഞാൻ പട്ടാഴിന്ന് വാങ്ങിച്ചാന്ന്, അതുകൊണ്ടാ പറഞ്ഞ പട്ടാഴി. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല കാര്യം. ഒരുത്തനെ വിട്ടാ സാധനം ഒരുത്തനെ വിട്ടാ കൊല്ലും ഞാൻ. അവൻ പാവോടോ അവന്. അവന്റെ കാര്യമല്ല, അവൻ നിന്നെ കൊല്ലുമെന്ന്. എന്നെ നീ കൊല്ലുന്നു? ഞാനില്ലേ പോകാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അവന്റെ പൈസ കൊടുത്തുവിടെ. എത്ര നേരമായി പോയെത്തുന്നു. അതേടാ വന്നു വന്നടാ വന്നു. ഒരു കാര്യത്തിന് വിട്ട് കഴിഞ്ഞാൽ നീ പെട്ടെന്ന് വരും. ഒരു കാര്യത്തിന് വിട്ട് കഴിഞ്ഞാൽ നീ പെട്ടെന്ന് കിട്ടിയോ? സാധനം കിട്ടി. ഒന്നാമത് മഴ, നിങ്ങൾ ഈ പറയുന്ന വീട്ടൊന്നും അല്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇത് അത്തപ്പൂ പറിക്കാൻ പോയായിരുന്നു. അത്തപ്പൂ ബോക്സോ? അത്തപ്പൂ ബോക്സ് അല്ല, പൂ ഞാൻ പൂ പറിക്കാൻ നീ പോയാ. അതിങ്ങോട്ട് പൂവൊക്കെ പിന്നെ എടുക്കാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. എപ്രാളം പിടിക്കായിരുന്നു. തൊപ്പിച്ച പാട് എനിക്ക് ഒന്നാമത്തെ കാര്യം ഇല്ലല്ലേ. ഇത് കേക്ക്, മുതലാളി ഇവിടെ പോയി. ഞായറാഴ്ച അല്ലായിരുന്നു. മുതലാളി തടി തപ്പി പോയിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, തടി തപ്പിയോ? കടം കാരണോ? ഇവിടെ തേക്ക് കടി തപ്പി പോയിരിക്കുക. നാളെ ഇവിടെ തടി തീർന്നിരിക്കുക എനിക്ക് ഇറക്കാൻ. എനിക്കിത് കാണുന്നേ അറപ്പാ. അതുകൊണ്ടാ പറഞ്ഞേ, പുള്ളി വരുന്നതിന് മുമ്പ് അടിക്കാനുള്ള പരിപാടി. മുതലാളി എങ്ങനെ ഉണ്ട് ആള്? ആണോ? പിന്നെ നേരത്തെ പറയണമായിരുന്നു. ഞാൻ അപ്പച്ചു വരുന്നു. മാറ്റില്ല. പോയടാ പോയോ? ഇതോ ചോദിച്ചു. സാധനം എടുക്കുന്നു. ആ കാതലുണ്ടോ? കാതലുണ്ടോ? എന്റെ പെണ്ണുമുള്ള പോക്കി ആ വിഷയമായില്ലേ? കൊള്ളാം, നല്ല കാര്യം. സൂക്ഷിക്കണമായിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. ആ കാരണം തടിക്കത് കാതലുണ്ടോ? കാതലുണ്ടോ? ഇല്ല, കാതലുള്ള തടിയില്ല. ഇവന് തടിയെ പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ തടി ഇപ്പൊ എത്ര കുനിച്ചെടി കാണും? കുമ്മിക്കടി കാണും. ഇത് ഏകദേശം ഒരു 36 കുനിച്ച്. ഞങ്ങളുടെ മാമൻ സാധനം ഇത് കണ്ടോ തലവെട്ടം കണ്ടോ? പോയി കണ്ടു കഴിഞ്ഞ വിഷയം ഞാൻ ഭയങ്കര പ്രശ്നമായി. എടുത്തു വെച്ചു. പോയി ഇതുവരെ ഒന്നും അടിക്കാൻ പറ്റില്ല. പൊട്ടിക്ക് നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് കാര്യം പറയാം. എടാ, കഴിഞ്ഞ വർഷം ഈ അത്തപ്പൂ നമ്മുടെ മത്സരം നടത്തിയിരിക്കണം നമ്മുടെ ക്ലബില്. അന്ന് നിന്റെ മോക്കായിരുന്നല്ലോടാ ഫസ്റ്റ് പ്രൈസ്. എങ്ങനെ ഒപ്പിച്ചത്? പഠിപ്പിച്ച് 3-4 പ്രാവശ്യമായി. ഇത് അങ്ങോട്ട് അവക്ക് തന്നെ ഫസ്റ്റ്. അവൾ ഇന്നലെ തുടങ്ങിയതാണ് ഈ സംഭവം. സംഭവം അറിയാവോ? അവള് 8ാം മാസമായപ്പോ, എന്റെ ഭാര്യ 8ാം മാസമായപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു സ്കാൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. സ്കാൻ ചെയ്യാനായിരുന്നു. അന്ന് അത്തത്തിന്റെ അന്നാ പറയുന്നത്. അന്ന് അത്തവ ദിവസം സ്കാൻ ചെയ്ത് ആ റിസൾട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്തോന്ന് അറിയാവോ? എന്റെ കുഞ്ഞ് എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് അത്ത പൂട്ടേക്ക്. സത്യം. അന്ന് തുടങ്ങിയത് അവള് വിട്ടുകൊടുക്കത്തില്ല. പോയോ? നീ എന്നോട് ആ ഒരു കാര്യം പറയാം. നിന്റെ ബന്ധുക്കാരോടും നിന്നെ കൊള്ളവരോടും കൂടെ പറയണം നീ. റോഡിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കരുത്, വീട്ടിൽ ഇരുന്ന് വളരാൻ കേട്ടോ. അവർക്ക് റോഡിൽ കൂടെ എന്തുവാടാ ഇങ്ങനെ പേടിക്കുന്നു? ഞാൻ എന്നാ പോട്ടെ. നീ അടിക്കുന്നില്ലേ? ഞാൻ നിർത്തി. എന്താ നിർത്തി? കാര്യം മറന്നുപോയി. എന്താ അല്ലാതെ ചെയ്യണം. അത് ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിനക്കെന്നാ വേണ്ടാത്ത? ഞാൻ നിർത്തി. എനിക്ക് വേണ്ടാത്തോണ്ട കാര്യം പറ. അയ്യോ വേണ്ട. അവള് പെണ്ണുമ്പോൾ നീ അടിക്കടാ. ടച്ചിങ് വേണേ ഇച്ചിരി എടുത്തോളാം. ടച്ചിങ് എടുക്കും, കുഴപ്പമില്ല. സാധനം വേണോ? എല്ലാം വിളിച്ചു വരുത്തുവാ. എന്റെ ബന്ധം അവന് കൊടുക്കാനില്ല. ഒന്നാതെ ഇവിടുത്തെ മുതലാളി ഒരു പന്ന സ്വഭാവക്കാരനാ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്റെ കൂടെ ഇറക്കി വിടും. എന്റെ പണി പോകും. ആവശ്യമില്ലാത്ത പരിപാടി ഒന്നാമത് വിഷമിച്ച് നടക്കും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. അവനെന്തിനു വിഷമം? അവൻ എന്ത് വിഷമം? നിങ്ങളെല്ലാം കൂടെ നാളെ തൊട്ട് ഇവിടെ ഉള്ള പരിപാടിയില്ല. ഒരു അവസരം കിട്ടിയപ്പോൾ കൊടുത്തപ്പോഴേ എനിക്ക് സാധനം വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുക്കാനില്ലേ പറഞ്ഞു. അവൻ വിഷമി. ഇവൻ നിനക്ക് സാധനം വേണ്ടെങ്കിൽ നീ അവിടെ മര്യാദയ്ക്ക് നിൽക്കുക. നീ ഇപ്പൊ പറഞ്ഞെന്തുവാ? അവൻ വിഷമിച്ച് നടക്കും. പറഞ്ഞ കേട്ടോ, അവൻ വിഷമിച്ച് നടക്കുക. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയുള്ളൂ. നിങ്ങൾ എല്ലാവരും അവന്റെ കല്യാണത്തിന് പോയി പങ്കെടുത്തില്ല. ഞാൻ പോയതാ. ആണല്ലോ. അവരുടെ വീട്ടിൽ നടന്ന സംഭവം ഒന്നും അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ആദ്യ രാത്രി എന്ന് നമ്മളെ എല്ലാ ആണുങ്ങൾക്കും സ്വപ്നങ്ങൾ കാണുവേ. ആദ്യ രാത്രിയുടെ അന്ന് ഇവള് പാലും കൊണ്ട് അവന്റെ അടുത്ത് വന്നു. ഇവൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവള് സമ്മതിച്ചില്ല. അവള് പറഞ്ഞു ചേട്ടൻ കട്ടിലിൽ കിടന്നു, ഞാൻ ആ മൂലയെ തറ കിടന്നോളാണ്. അവള് നേർച്ച ഇട്ടേക്ക് വന്ന് ഒരു കുഞ്ഞിക്കാലി കണ്ടിട്ടേ നീ ഒരുമിച്ച് കിടക്കത്തുള്ളൂ. അതെങ്ങനെ? എനിക്കറിയാൻ വയ്യേ. പൂനാച്ചം കൊണ്ട് കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കാട് വലിയൊരു സംഭവം നടന്നു. അതെന്താ? ഈ മാവേലി നമ്മുടെ രമേശ് ഇല്ലേ, രമേശിനെ പറിച്ചു വെച്ചേക്ക്. മാവേലി രമേശിന്റെ കൂടെ തന്നെ ഇരിക്കോടാ. സത്യമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഓണത്തിന് അടിച്ച് സെറ്റായിട്ട് ഇതുപോലെ പറഞ്ഞാൽ അടിച്ച് ഞാൻ ഇടയ്ക്ക് കയറുക. നിനക്ക് വ്രതമുണ്ടോ? ഈ അത്തപ്പൂക്കളൊക്കെ എടുക്കുന്ന വ്രതമുണ്ടോ?
വ്രതമൊക്കെ എടുക്കും. എന്നാ വ്രതം ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടത് ഞാന് പനവേലിലെ രായനച്ചാല് ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു സാധനം എടുത്ത് ഞങ്ങൾ അടിച്ച് ഞാൻ പോയി സിറ്റ് ഔട്ട് പോയി ഇങ്ങനെ കിടക്കും കേട്ടോ. രാത്രിയിലോ? രാത്രിയിൽ അടിച്ചിട്ട് കിടന്നപ്പോഴത്തേനും മാവല്ലി ആരണ്ട് വന്ന് ചാപ്പിട്ടി നെഞ്ചത്ത് ചവിട്ടി അങ്ങോട്ട് പോയി. പോയിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അതില്ല കിടന്ന്. ഞാൻ ചോദിച്ചു ആരാഞ്ചും പറഞ്ഞു മാവേലിയാണ്. ഞാൻ ഒറ്റ നോട്ടം നോക്കിയപ്പോൾ ഒലക്കുടയൊക്കെ ഉണ്ടോ? ഉണ്ട്. കുട മറച്ചു പിടിച്ചേക്കും. അകത്തോട്ട് പോയി. പിറ്റേ ദിവസം കറക്റ്റ് അതാ ഞാൻ പറഞ്ഞത്. രമേശിനെ പറിച്ചു വെച്ചേക്കുവാന്ന് ഞാൻ പറഞ്ഞു. രമേശിന്റെ കൂടെ തന്നെ ഇരിക്കുക മാവേലി. വ്രതം ഉണ്ടായിരുന്നോ? അതല്ലേ ഞാൻ കണ്ടത്. പെണ്ണുമുളയ്ക്ക് വ്രതം ഇല്ലായിരുന്നു. ആ കുഴപ്പമില്ല. ആ മാവേലി ഉണ്ടല്ലോടാ, ഞങ്ങളുടെ വീടിന്റെ അതുവഴി അന്ന് പോയത്. നിനക്ക് വ്രതം ഉണ്ടായിരുന്നു? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലെന്നോ. ഞങ്ങളുടെ വീട്ടിൽ കയറി ചോറ് തിന്നിട്ടാ പോയത്. അവൻ എന്റെ വീട്ടിൽ നിന്ന് 10 അടിച്ചിട്ടാ പോയത്. നീ എന്തോ എനിക്ക് മനസ്സിലാകുന്നു. സജിയാടാ ഇത്. സജി അല്ല, മാവേലി. എന്നോട് പറഞ്ഞല്ലേ ഞാൻ മാവേലിയാന്ന്. ഞാൻ കണ്ട കഴിയും. രമേശിനെ പറിച്ചു വെച്ചേക്കോ. ഈ രമേശിന്റെ പെണ്ണുപിള്ളി ഉണ്ടല്ലോ, ഈ പെണ്ണുപിള്ള, അവിടെ പേരെന്ത്? സുശീല. വിജയില. എടാ അവള് നിമിത്തം ആ വീട് തകരുന്നു. ഇതുപോലെ ഒരു പൈസ പണി പോയിട്ട് ഒരു പണി ചെയ്താൽ കിട്ടുന്ന പൈസ അത്രയും വീട്ടിൽ കൊണ്ടു അവനെ നാകണ്ട കഞ്ഞിയാക്കുവാൾ. സുശീല അതിൽ അതിനൊക്കെ മേടിക്കും എന്റെ പെണ്ണുപിള്ള. നിന്റെ പെണ്ണുപിള്ള? അതിനൊക്കെ എന്റെ പെണ്ണുപിള്ള മേടിക്കും. നിന്റെ പെണ്ണുപിള്ള എന്തേ? സുരേഷിന്റെ കൂടെ പോയില്ലേ കഴിഞ്ഞ ആഴ്ച? ഈ വരും വന്നായിരുന്നു ഇടയ്ക്ക്. വന്ന് 2 ദിവസം കണ്ട് ഇവിടെ ഞങ്ങളെ കപ്പ ഇറച്ചൊക്കെ മേടിച്ച് അടിച്ചു കൊടുത്തു. പിന്നെ 4 പക്കം പോയി പോയിട്ട് വരുമ്പോ കപ്പ ഇറച്ചി വാങ്ങിച്ചു കൊടുക്കുക. കൊടുക്കുമല്ല, അവള് വാങ്ങിക്കുമല്ലോ. അവള് വാങ്ങിക്കും. എന്തിനാടാ ഞാൻ പറഞ്ഞില്ലേ കഴിച്ചിട്ട് ശരിയാണ്. നീ കഴിക്കുന്നില്ലേ? വേണ്ട വേണ്ട വേണ്ട. എനിക്കൊരു ചെറുത് നീ കഴിച്ചോ. പക്ഷെ ഓണപരിപാടി ക്ലബിനകത്ത് പാട്ടും കൂത്തും എല്ലാത്തിനും ചേർന്നേ. പാട്ടും കൂത്തും പറഞ്ഞല്ലോ. നിങ്ങളവിടുത്തെ കഴിഞ്ഞ വർഷം ഓണത്തിന് ആരായിരുന്നു മേളം? എനിക്കറിയത്തില്ല. ഞാനും അത് നോക്കി. ഒരു 2-3 പേരുണ്ടായിരുന്നു. എന്തുവാ ഭയങ്കര മേളമായിരുന്നു. ലാസ്റ്റ് എന്റെ പരിപാടിയായിരുന്നു. അറിയോ, പോലീസൊക്കെ ഒന്നില്ലേ പിന്നെ? ആ മേളമല്ല, ചെണ്ടമേളം. ചെണ്ടമേളോ? ചെണ്ടമേളം അതേതാണ് കലാവേരി. എനിക്കറിയത്തില്ല. എങ്ങനെ കണ്ടു പറയുന്ന എനിക്ക് ബോധമല്ല ഉണ്ടായിരുന്നു. ഇവരൊന്നും അടിക്കുന്നില്ലല്ലോ. പക്ഷെ അതിന് ഇവിടെ അടിയായിരുന്നു. എന്തുവാ രാധയുടെ ഓണച്ചട്ടി പൊട്ടി. ഓണച്ചട്ടിയല്ല, ഓണച്ചിട്ടി. ഓണച്ചട്ടി പൊട്ടി. എനിക്കറിയാമോ ആ പൈസ അടച്ചവരെല്ലാം കൂടെ നീ എന്തോ ഈ വർഷം ഓണം കാണത്തില്ല. എന്റെ പെണ്ണും പിള്ള ഉണ്ടോ അതിനകത്തോ? ഞാൻ പോയി പറയണേ. 300 രൂപ കൊടുത്തോട്ടോ. പറയണേ ഇച്ചിരി അല്ലെന്ന് പിന്നെ 2 പറയണേ അടിച്ചിട്ട്. അത് പോട്ടെ. ഇത് നിനക്കാ നീ ഇച്ചിരി നമ്മൾ ഫസ്റ്റിലത്തെ നിർപ്പിക്കുമല്ലോ. ആദ്യം എപ്പോഴും തെറിപ്പിക്കണ്ട. സാധനമില്ല അതുകൊണ്ടാ. ഇവനെ അടിക്കാ 10 അടിക്കല്ല. ഇവൻ അടിക്കായിരിക്കും എന്തോ വകുപ്പുണ്ടല്ലോ. അതിന്റെ ഒന്നുമല്ല. വേണ്ടാത്ത ഇപ്പൊ അടിക്കാതിരുന്ന ഞാൻ ഓണത്തിന് അടിക്കാമല്ലോ. എടാ ഈ മില്ലിനകത്ത് വാള് വെച്ചേക്കുന്നേ. മില്ലിനകത്ത് വാള് വെച്ചാരാ? മില്ലിൽ വാള് കൊണ്ട് വെക്കണ്ട്. അതല്ലെന്ന്, അവിടെ വാള് അല്ലാതെ വെച്ചിട്ടുണ്ട്. ഇവനായിരിക്കും ഇന്നലെ അടിച്ചിട്ട്. ഞങ്ങൾ മുതലാളിയുടെ വിലയാ. ഇവനെ ഭയങ്കര വിശ്വാസം. 3-4 കൂട്ടുകാരും കൂടി ഇന്നലെ ഓണം ആഘോഷിക്കുവായിരുന്നു. ഇപ്പഴത്തെ നമുക്ക് വൈകിട്ട് വലയിടാൻ പോയല്ലോ. ഈ മഴ പിടിച്ചിരിക്കുന്നത് പോടാ. അത് ശരിയാ, വലയിടാൻ. ആരെ വല പിടിച്ച് പിടിക്കാനെങ്കിലും പോയി. മീനെ പിടിക്കാൻ മീനുണ്ടോ വലിയ നല്ല ഇത് കിട്ടുമോ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് നീ പിന്നെന്ത് ടച്ചിങ് വേണമെങ്കിൽ കഴിച്ചാടി. കൊതി വിടാതെ. സുരേഷ് ഞാൻ എന്തോ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നീ മാറി ഇവനെ കാണാൻ പറ്റും. പോയോ? അല്ല നീ സാധനം താഴെ പോയോ? സാധനം പോയല്ലോ. അവൻ പോയോ? പോയടാ. പോയോ? ഒരു കാറ് മുതലാളി ഞാൻ തോന്നുന്നു. മുതലാളി അതോ ഞാൻ നീ പതൊക്കെ പോയി നോക്കാം. അല്ലല്ല അവരുടെ അനിയച്ചാരാ. പുള്ളി ഇങ്ങോട്ടൊന്നും കയറത്തില്ല. ഇല്ലേ അതന്നെ പുള്ളി അടിക്കുന്നത്. അത്ര ഇട്ടോ 10 അടിക്കുന്ന അടിക്കുന്നേടി വേണോ? വേണ്ട നിങ്ങൾ കഴി. ഞാൻ ഒഴിച്ചു തരാം. നീ കഴിച്ചായിരുന്നോ? മൂന്നാമത് അടിച്ചു. ഞാനൊരു സത്യം പറട്ടെ. മതിയോ? എടാ ഈ വർഷം നമുക്ക്
ഓണത്തിന് എൻ്റെ ഒരു ഗാനം വെച്ചാലോ, കരോട്ടെ ഗാനമേള. കരോട്ടല്ലടാ, കരോക്ക ഗാനം. കരോക്കെ ഗാനമേള അത് വെച്ചാലോടാ. ശങ്കര പാടായിരുന്നു. എൻ്റെ ശങ്കര കണ്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇവ കണ്ടു. നീ കാണാൻ വേണ്ട. എന്നാ ഞാൻ വിളിച്ചു തരാന്ന്. നീ വെച്ചാൽ ശരിയാത്തില്ല. അത് അല്ല തീരാറായി. 3 മാസത്തെ ശമ്പളം എനിക്ക് ഇങ്ങനെ തരാനുള്ളൂ. 3 മാസത്തെ. നീ പിന്നെ എന്താണ് ജോലിക്ക് വരുന്നത്? പക്ഷെ ഇവനായിട്ടല്ലടാ പിന്നെ ഇവിടെ വരുന്നത്. ഈ ഓണത്തിനെങ്കിലും മേടിക്കണം. നീ അന്ന് പണിക്ക് ഞാൻ ഇവിടെ വരും. ഞാൻ പണിക്ക് എന്നും വരുമ്പോ എനിക്ക് പണി. അതങ്ങനെ അവന് വെളിവില്ല, ഇവൻ അടിക്കാൻ തുടങ്ങിയെന്ന്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചപ്പോഴേ, നീ കുപ്പി ഒന്ന് അത് നോക്കി. എന്തോ ഇത് ഉണ്ടാക്കുന്ന ആ കുടുംബം, അവരുടെ കുടുംബത്തിന്റെ എല്ലാവരും പട്ടിണിയാണ്. നമ്മൾ കഴിച്ചില്ല, അവരുടെ ജോലിയെ ബാധിക്കത്തില്ല. അതല്ലേ ഞങ്ങൾ അടിക്കുന്നേ. ഈ കുപ്പി കൊണ്ടെടുത്ത് കളയുമ്പം അത് പറക്കി ജീവിക്കുന്നവരുണ്ടല്ലോ, അവരുടെ കുടുംബത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി. അത് പറക്കണുണ്ട്, ഇത് കാലിയാകണ്ടേ? അതാ ഞങ്ങൾ പറഞ്ഞ വാങ്ങിക്കടാ അല്ല നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അടിച്ചിട്ട് ഇത്ര ആളായി. പക്ഷെ അവരെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം. എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല അറപ്പുകാരൻ ആരാന്നറിയാമോ? വാസോണ്ണേ. ഇതിന്റെ കോൺട്രാക്ട്, ഇതിന്റെ മുതലാളി ഏറ്റവും ഉറപ്പാ. പാവപ്പെട്ട ഒരു തടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അറുത്ത് പറിച്ച് പൈസ വാങ്ങിക്കുന്നറിയാമോ? എനിക്കത് കാണുന്നതേ അറപ്പായിരിക്കും. ഇപ്പൊ എനിക്ക് കാണുന്ന അറപ്പാ. അത്രമാത്രം. അല്ല ഞാൻ വേറെ കാര്യം ചിന്തിക്കുവായിരുന്നു. കുടി അങ്ങ് നിർത്തിയാലെന്താ? ഞാൻ അങ്ങനെ നിർത്തിയത്. ഈ ഓണത്തിന് അടുപ്പിച്ച് നമുക്ക് കുടി നിർത്തണം. കുടിയോ? ഒരു കുടിയില്ലല്ലോ. പിന്നെ എനിക്കൊരു കുടി ഉണ്ടാകണം, അതിന് വേണ്ടിയാ ഞാനിപ്പോ കുടിക്കാൻ. ടച്ചിങ് വെക്കട്ടോ. ടച്ചിങ് എടുത്തോ? മിച്ചറല്ലേ ഇരിക്കും. അറക്കപ്പൊടിയാണത്. എടാ എന്റെ ചോറെന്തോ? ഇതാ എന്റെ ചോറ്. ഞാൻ ഇവിടെ അല്ലേ പണിയിൽ. മനസ്സിലായോ? ദീപന്റെ ചോറും ഈ കിടക്കുന്നില്ല അവന്റെ പേര് കുറച്ച് ബോധമില്ലാത്ത അവന്റെ അടുത്ത് പറഞ്ഞു. ചെരുപ്പ് പൊട്ടിയേ. ചെരുപ്പോ? ചെരുപ്പ് കൊണ്ടുവരുവാണെങ്കിൽ പൊട്ടിയ ചെരുപ്പ് പൊട്ടിയൊരു കാര്യം ഇതെടുത്തു. ചോറണോ? അതുകൊണ്ടാ അതൊക്കത്തില്ല. അതെനിക്ക് വേണം. ഒരു ചെരുപ്പ് എനിക്ക് വേണം. അത് കൊള്ളാം. ഞാൻ ഇട്ടോണ്ട് പോയിട്ടുണ്ടോ? എന്നോടുള്ള സ്നേഹം കൊണ്ട് കുറ. നീ മിണ്ടായിരുന്നേ. ഇവനെ വൈഫിനെ കൊണ്ട് ഗർഭിണിയില്ലയോ? ഹോസ്പിറ്റലിൽ പോയിട്ട് കിടന്ന് ബഹളമായിരുന്നു. ഇന്ത്യയാണ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയത്. നീ കിടന്ന് വഴക്കുണ്ടാക്കിയെന്നോ? ഡോക്ടർ പറയും ഓ നെഗറ്റീവ് ബ്ലഡ് അവർക്ക് കുത്തിവെക്കണം. അതിന് കൊടുക്കണം, കുത്തിവെക്കണം. ഇത് അവൾ ആകെ മൊത്തത്തിൽ നെഗറ്റീവാ. ഈ ഓ നെഗറ്റീവ് കൂടെ കുത്തിവെക്കണോ? നിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞു പോസിറ്റീവ് തന്നെ കുത്തിവെച്ചാൽ മതി. എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവ് പറയട്ടെ. എന്നോട് അങ്ങൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങൾ ഇതുപോലെ മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞ വട്ടം. എന്ത് കാണിച്ചു? എന്റെ അളിയന് കണ്ണ് കെട്ടി കലവടി മത്സരത്തെ പങ്കെടുത്തിട്ട് കലവടിക്കാൻ വന്നപ്പോ നിങ്ങൾ അവിടെ നിന്ന് എഴുതിയിട്ട് മാറിയില്ലല്ലോ. നിങ്ങൾ ഉടനെ തലയും കാണിച്ചിട്ട് അവിടെ ഇരുന്നില്ലേ? ഇവിടെ ഞാനോർത്ത് ഇവൻ ഏതാണ്ട് രഹസ്യം പറയാൻ വരുവാന്ന്. കണ്ണ് കെട്ടിക്കൊണ്ട് വരുന്നത് നിങ്ങളടുത്ത് രഹസ്യം പറയാനൊക്കെ ഉണ്ടോ? അത് ഞാൻ അറിഞ്ഞോ? ഒറ്റ കീറ്. അതുകൊണ്ട് എന്താ പറ്റി? 1.5 മാസം കമ്പിളി നാരങ്ങ പൊളിച്ചു വെച്ചോണ്ട് കൂടി തലയും കെട്ടി വെച്ചോണ്ട് ഇരുന്നില്ലേ വീട്ടിൽ? അത് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യേ കലം കെട്ടി അടി ഇനിയും വരും. ഞാൻ അങ്ങ് തിരിഞ്ഞു നിൽക്കും. മനസ്സിലായി? ഞാൻ നല്ലോണം ഓടക്കും. ഞങ്ങളുടെ അടുത്ത ക്ലബില് അമ്പലപ്പാറ യുവ ക്ലബ് എന്നൊക്കെ അറിയോ? എനിക്കറിയത്തില്ലേ. അവിടെ റൊട്ടിയടി മത്സരം വെച്ചു. റൊട്ടിയടി മത്സരം വെച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്തോ ആ റൊട്ടി ഇങ്ങനെ മേശപ്പുറത്ത് നിരത്തി വെച്ചു. കമ്പിളിയുടെ അടുത്ത് കടിച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാ സംഗതി അറിഞ്ഞു. ഇത് കയറെ കെട്ടി ഇട്ടിട്ട് അനക്കുവായത്. എങ്ങനെ കടിക്കും? അത് കടിക്കാൻ പറ്റില്ല. പറ്റൂടാ? നിനക്ക് പറ്റൂ? നാളെ മത്സരം നിങ്ങൾക്ക് അറിയത്തില്ലേ? പേടിച്ചെന്തിനാ അടിക്കുന്നത്? ഞാൻ പോവാണേ. ഞാനൊരു കാര്യം എന്തിനാ നമ്മൾ പേടിക്കുക? നീ ഒരു പ്ലഗിങ് വഴി അല്ല മറ്റേ ഒരെണ്ണം ചെറുതിങ് വഴി. എടാ നമ്മൾ പൈസ നമ്മൾ ഞാൻ പോവാ. എനിക്ക് അത്തപ്പൂ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കണം. അത്തപ്പൂ? എന്ത് അത്തപ്പൂ? നിങ്ങൾ അത്തപ്പൂ ഒന്നും കൊടുത്തില്ലേ വീട്ടിൽ? ഞാൻ അത്തപ്പൂ സൂപ്പർ അത്തപ്പൂ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട്. ഞാൻ എന്തോ ഇട്ടെന്നറിയോ? നമ്മുടെ ഊത്തപ്പം ഇല്ലടാ. ഊത്തപ്പം അല്ലല്ലോ, ഉപ്പത്തം. ഉപ്പ്. പൂ കിട്ടിയില്ലെങ്കിൽ നേരത്തെ അങ്ങനെ അത് ഇട്ടു. എനിക്ക് 1ാം ക്ലാസ് ഫസ്റ്റാ കിട്ടിയേ. 1ാം ക്ലാസ് ഫസ്റ്റ് കിട്ടി. അതുപോലെ വേറൊരു അലമ്പ് നടന്ന് നിങ്ങൾ അറിഞ്ഞു. എൻ്റെ മോൾ അവിടെ ലളിതഗാനം ഉണ്ടായിരുന്നു. ഓണപ്പാട്ടിൻ്റെ ലളിതഗാനത്തിൻ്റെ ശാസ്ത്രീയ സംഗീതം. അവക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് ആണെന്ന് പറഞ്ഞ് കൊടുത്ത് എന്തെന്നറിയാം? 1ാം സമ്മാനം അവിടെ ഉണ്ടായി. ഒരു ബോധമില്ല. ഞാൻ പോവാണ്. എനിക്ക് ഈ പൂ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തിട്ടെ. നീ അവിടെ പോവാ. പൂ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ. പിന്നെ അതെന്താ പൂവ്? പൂ ഇത്ര പൂവ് എന്താ പൂവ്? നിങ്ങൾക്ക് എന്താ പൂ അറിയാം? എനിക്ക് തെറ്റിപ്പൂ അറിയാം. എനിക്ക് യവന്തിപ്പൂ അറിയാം. പിച്ചിപ്പൂ, റോസപ്പൂ, ഇങ്ങനെയുള്ള പൂക്കൾ എനിക്കും അറിയാം. തെറ്റിപ്പൂ. തെറ്റിപ്പൂ അവിടെ നിന്നാ ഒരുപാട് തെറ്റിപ്പൂ. അവിടെ നിന്ന് 2 പേരും വീട്ടിൽ പൂ.
നീ കൊണ്ടുവന്ന പൂവെന്ന് കാണിച്ചു അത് വേണ്ട വെള്ളോടിക്കാരന്മാരെ നിങ്ങൾ ഇത് വൃതം ഉപ്പ് ഇവിടെ ഉള്ളതാണ്. എന്റെ ഞങ്ങൾ കണ്ടു ഞങ്ങളെ പൂ കാണിച്ചു കുപ്പിയോ എടാ ഇത് കണ്ടോ ഇതെന്താ പൂ കണ്ടോ അത്ത വിടുന്നേ സംഭവം എന്താന്ന് നിനക്ക് മനസ്സിലായോ? പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ഇവരെ നമ്മൾ സാധനം മേടിക്കത്തില്ലയോ, കുപ്പി തിരിച്ചു കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടും. അതിനിവൻ കുപ്പി പറക്കാൻ പോയപ്പോ കഥ ഇവൻ താമസിച്ചത് ഇല്ലെന്ന്